വാർത്തകളിലേക്ക് പോകുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തിയതോടെ കൂടുതൽ പ്രതിരോധത്തിലായി സിപിഎം. കടകംപള്ളി സുരേന്ദ്രനെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും വീണ്ടും ചോദ്യം ചെയ്തേക്കും. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങി ഒരുമിച്ച് ചോദ്യം ചെയ്യാനാണ് SIT നീക്കം. മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ കണക്കിലെടുത്താണ് ഈ തീരുമാനം. കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് അംഗം N. വിജയകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. MG മിഥുൻ ചേരുന്നുണ്ട്. കടകംപള്ളി സുരേന്ദ്രനെ അടക്കം വീണ്ടും ചോദ്യം ചെയ്യാനാണ് SITയുടെ തീരുമാനം. അങ്ങനെയെങ്കിൽ അത് CPMന് വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടിയാകും. തെരഞ്ഞെടുപ്പ് കൂടി അടുക്കുന്ന ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഈ ഭരണവിരുദ്ധ വികാരമുണ്ടാകാൻ കാരണമായി എന്ന് പറയുമ്പോൾ അതിൽ ഈ സ്വർണ്ണക്കൊള്ളയൊക്കെ ഉൾപ്പെടുന്നുകൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ അതിൽ ഒരു തീരുമാനമാകാത്ത ഒരു സാഹചര്യം വരുമ്പോൾ അത് തെരഞ്ഞെടുപ്പിൽ CPMനെ വലിയ രീതിയിൽ ബാധിക്കാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുകയാണ്. SITയുടെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുമ്പോൾ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ കണക്കിലെടുത്താണിപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് അംഗമായ N. വിജയകുമാറിന്റെ ജാമ്യാപേക്ഷയടക്കം കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, ഇപ്പോഴിതാ കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യാൻ SIT ഒരുങ്ങുന്നു എന്ന് പറയുന്നു. അപ്പോൾ നേരത്തെ നൽകിയ മൊഴിയിൽ SIT തൃപ്തരല്ല, അല്ലെങ്കിൽ ആ മൊഴിയിൽ വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നു എന്ന് വേണ്ടേ കരുതാൻ? അങ്ങനെയെങ്കിൽ വരും തെരഞ്ഞെടുപ്പുകളിൽ CPMനെ അത് വലിയ രീതിയിൽ ബാധിക്കുകയല്ലേ ചെയ്യുക? വിശദമായ അന്വേഷണത്തിന്റെ ഭാഗമായാണ് മുൻ ദേവസ്വം മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്തേക്കും SIT എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ടുന്ന കാര്യം, D. മണി, ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ചോദ്യം ചെയ്തിരുന്ന മൊഴിയെടുത്തിരുന്ന D. മണി വീണ്ടും അതേ മൊഴി തന്നെ SITക്ക് മുമ്പിൽ ആവർത്തിച്ചിരിക്കുകയാണ്. അതായത് തനിക്ക് ഈ വ്യവസായിയുമായോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായോ ഒന്നും ഒരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നാണ് D. മണി മൊഴി നൽകിയിരിക്കുന്നത്. അതേസമയം ഇത് പൂർണ്ണമായി അന്വേഷണ സംഘം വിശ്വാസത്തിലെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ D. മണിയെയും ഇയാളുടെ ഒപ്പമുള്ള ആളുകളെയും സുഹൃത്തുക്കളെയും വിശദമായി തന്നെ വീണ്ടും അന്വേഷണ സംഘം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഒരുപക്ഷെ അവരെ വീണ്ടും മൊഴിയെടുക്കാനായി വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. അതേസമയം കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് ഈ സംഭവത്തിൽ, അതായത് ദേവസ്വം മന്ത്രി എന്ന നിലയിൽ ഔദ്യോഗികമായി ഒരു തരത്തിലും കൃത്യവിലോപം തന്നെ നടത്തിയിട്ടില്ല എന്നാണ് അന്വേഷണ സംഘത്തോട് കടകംപള്ളി നേരത്തെ വ്യക്തമാക്കിയത്. അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള ചില തെളിവുകൾ ദേവസ്വം മന്ത്രിയായിട്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പക്കലേക്ക് ലഭിച്ച ചില തെളിവുകൾ, ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കടകംപള്ളി സുരേന്ദ്രൻ അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും നേരത്തെ നൽകിയിരിക്കുന്ന ചോദ്യം ചെയ്യലിൽ നൽകിയിരിക്കുന്ന മൊഴി വിശദമായി ഒന്നുകൂടി അതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തിയ ശേഷമാണ് വീണ്ടും കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് SIT കടക്കുന്നതെന്നാണ് അറിയുന്നത്. എന്തായാലും കേസിന്റെ സമയപരിധി തീരാനുള്ള കാലം അടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നിർണായകമായ ഒരു നീക്കവുമായി SIT വീണ്ടും രാഷ്ട്രീയ ഉന്നതരിലേക്ക് എത്താനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.